കുട്ടികൾക്ക് എപ്പോഴും എണ്ണയിൽ വറുത്തെടുത്ത പലഹാരം കൊടുക്കുന്നത് ചള്ളല്ലേ. ഇന്നതുകൊണ്ട് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുത്ത ഈവനിങ് സ്നാക്സ് ഒന്ന് ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായിട്ട് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാട്ടോ വേണ്ടത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. ഞാനിവിടെ ശർക്കരപ്പാനിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ചൂടോടുകൂടി തന്നെയാട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചൊഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. ഇനി അതവിടെ മാറിയിരിക്കട്ടെ. ഇനി വേറൊരു പാനൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് നമുക്ക് ആ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാവേ. ഒരുപാട് നേരം ഇട്ട് വഴറ്റി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താലും മതിയാവേ. നേന്ത്രപ്പഴം വഴറ്റാനായിട്ട് നെയ്യ് തന്നെ വേണമെന്നില്ല കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാലും മതിയാവേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാച്ചിരവി ഇതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2-3 ഏലക്കയും കൂടെ ചതച്ച് ഇട്ട് കൊടുക്കാവേ. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ തേങ്ങയും പഞ്ചസാരയും നേന്ത്രപ്പഴവും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയും ശർക്കരയും മിക്സിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. വളരെ ഈസി ആട്ടോ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തിന് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് കഴിക്കാനും ഇഷ്ടമാകും കേട്ടോ. ഇനി നമുക്കൊരു കേക്ക് ടിന്നോ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് നെയ്മയോ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന മിക്സ് ഞാൻ മൊത്തം ഒന്നും ഒഴിക്കുന്നില്ല, ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് കട്ടിയിലിരിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് കനം കുറച്ചിരിക്കുന്നതായിരിക്കും കേട്ടോ ഈ സ്നാക്കിന് തന്നെ നല്ലത്. ഇനി നമുക്ക് ഒരു ഇഡലിത്തട്ടിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാവേ. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുവാണെങ്കിൽ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാകും കേട്ടോ. ഒന്ന് വെന്തോ ഇല്ല എന്നൊരു സംശയം തീർക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുവാണെങ്കിൽ നമുക്ക് അതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ വെന്തോന്നാട്ടോ. അപ്പോൾ ആവിയിൽ വേവിച്ചെടുത്ത പലഹാരം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കില്ലല്ലോ. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ FB പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ആരും മറക്കില്ലല്ലോ. ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയർ.